ഹായ് നമസ്കാരം. സത്യപ്രതിജ്ഞ കൂടാനായിട്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. സ്റ്റേഷനിലെത്തിയപ്പോൾ ഷിഗൽ എന്നെ കൂട്ടാൻ വന്നു. ഞങ്ങൾ നേരെ KPCC ഓഫീസിൽ പോയി പാസ് കളക്ട് ചെയ്ത് തിരിച്ചു വന്ന വഴി ഫുഡ് കഴിച്ചു. അവൻ്റെ വണ്ടിയിൽ ഞങ്ങളിങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ കൂടി ഇങ്ങനെ കറങ്ങണം. അപ്പോഴാണ് ഒരു ചായബന്ധത്തിൻ്റെ കട എന്ന് പറഞ്ഞൊരു കട ഉള്ളത്. അവിടെ കയറി നല്ല ചൂട് ചായ കുടിച്ചു. നേരെ അവൻ്റെ റൂമിലോട്ട് പൂജപ്പുരയിലോട്ട് പോകുന്ന വഴിയാണ് തിരുവനന്തപുരത്തിൻ്റെ നഗരവീഥികളിൽ കൂടി ഇങ്ങനെ രാത്രി യാത്ര. ഈ വീട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമ്മുടെ ലാലേട്ടൻ്റെ മുടവൻ മുകളിലുള്ള ഹിൽ വ്യൂ വീടാണ്. രാത്രിയാണ് അവനെ കൊണ്ടേ കാണിച്ചത്. രാവിലെ നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7 മണിയായപ്പോഴേക്കും എത്തി. നമ്മുടെ പ്രിയപ്പെട്ട VDS കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന മനോഹരമായ ചടങ്ങിന് സാക്ഷിയായി. പുറത്തിറങ്ങിയപ്പോഴേക്കും ദിലീപേട്ടനെ കണ്ടു. അവിടെ നിന്ന് നേരെ വന്നപ്പോഴേക്കും CM 1-ാം നമ്പർ കാറിൽ ലോക് ഭവനിലോട്ട് പോകുന്ന ഒരു അടിപൊളി കാഴ്ച അവിടെ നിന്ന് കണ്ടു. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഈ നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ പങ്കുകൊള്ളാൻ പറ്റിയല്ലോ. പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ടീംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് ബെൻസറേട്ടനും ഡിബിനും മനോഷും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ 3 മണിയായപ്പോഴേക്കും നമ്മൾ ചെന്നൈ മെയിലിൽ കൊച്ചിയിലോട്ടുള്ള യാത്രയിലാണ്. എനിക്ക് കായംകുളത്ത് ഇറങ്ങാനുണ്ടായിരുന്നു. അവിടെ ട്രെയിനിൽ വെച്ച് നമ്മൾ സുമേഷ് എന്നിട്ടൊരു മാഷിനെ പരിചയപ്പെട്ടു. അപ്പോൾ താങ്ക് യു.